സ്റ്റോറി വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പത്രങ്ങൾ വായിക്കാറുണ്ട്. ആ പത്രങ്ങളിൽ കൊടുക്കുന്ന വാർത്തകൾ എത്രമാത്രം സത്യസന്ധമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലൊരു പത്രവാർത്തയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1955 ജൂലൈ 2 ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലെ മിയാമിയിലേക്ക് പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914 57 യാത്രക്കാരും 4 ക്രൂ മെമ്പേഴ്സുമായി യാത്ര തിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറാണ് ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്കുള്ള യാത്രാദൂരം. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് ഫ്ലോറിഡയിലെ മിയാമിയിൽ ലാൻഡ് ചെയ്തിട്ടില്ല. ന്യൂയോർക്കിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914 ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാണാതായി. മിയാമി കൺട്രോൾ ടവറിലെ ഉദ്യോഗസ്ഥർക്ക് വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. വിമാനം ഫ്ലോറിഡയിലെ റഡാറിൽ പോലും പ്രത്യക്ഷപ്പെട്ടില്ല. പൈലറ്റുമായിട്ടുള്ള കണക്ഷൻ കൂടി ലഭിക്കാതെ വന്നപ്പോൾ അവർ ന്യൂയോർക്കിലെ കൺട്രോൾ ടവറുമായി ബന്ധപ്പെട്ടു. ഞെട്ടലോടെയാണ് അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914 കൃത്യസമയത്ത് തന്നെ ന്യൂയോർക്കിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തിരുന്നു. പൈലറ്റുമായുള്ള റേഡിയോ കണക്ഷൻ അവർക്കും നഷ്ടമായിരുന്നു. വിമാനം ന്യൂയോർക്കിൽ നിന്നും പുറപ്പെട്ടിട്ടുമുണ്ട്, മിയാമിയിൽ എത്തിയിട്ടുമില്ല. അങ്ങനെ അവർ അത് സ്ഥിരീകരിച്ചു. പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914 കാണാതായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിൽ നിന്നും അവർക്ക് ഒരു കാര്യം വ്യക്തമായി. ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്കുള്ള ഫ്ലൈറ്റ് റൂട്ടിന്റെ പകുതിയും കടലിന് മുകളിലൂടെയാണ് പോകുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി അവർ കടലിലും കരയിലും അതിനായി തിരച്ചിൽ നടത്തി. മാത്രമല്ല, കോസ്റ്റ് ഗാർഡുകൾക്ക് കടലിലെ വെള്ളം സ്കാൻ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകി. ഇത്രയും വിപുലമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അവർക്ക് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ല. 37 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പാൻ അമേരിക്കൻ ഫ്ലൈറ്റിനെ മറന്നു തുടങ്ങി. 1992 സെപ്റ്റംബർ 2 വെനിസ്വേല. ജുവാൻ ഡി ലഗോട്ടെ തൻ്റെ ജോലിക്കിടയിലാണ് അത് ശ്രദ്ധിച്ചത്. റഡാറിൽ ഒരു വിമാനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വിമാനവും ആ സമയത്ത് അവിടെ ലാൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. സാങ്കേതിക തകരാറ് മൂലം എമർജൻസി ലാൻഡ് ചെയ്യുകയാണ് എന്ന് അയാൾ കരുതി. വിമാനം എയർപോർട്ടിലേക്ക് അടുത്തു വരുന്നതായി അയാൾ റഡാറിലൂടെ കണ്ടു. പിന്നീട് ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കിയത്. വിമാനത്തിൽ ടർബൈന് പകരം വർഷങ്ങൾക്ക് മുൻപുള്ള പ്രൊപ്പല്ലറുകൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെയധികം പഴക്കമുള്ള വിമാനമാണത്. വിമാനത്തിലെ ക്യാപ്റ്റൻ എയർപോർട്ടിലെ റേഡിയോയുമായി കണക്റ്റായി. ഞങ്ങൾ എവിടെയാണ്? വിമാനത്തിലെ ക്യാപ്റ്റൻ ചോദിച്ചു. ഉദ്യോഗസ്ഥർ അതിനുള്ള മറുപടി നൽകി. എന്നിട്ട് ഉദ്യോഗസ്ഥർ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു. ന്യൂയോർക്കിൽ നിന്നും മിയാമിയിലേക്ക് പോകുന്ന വിമാനമാണിതെന്ന് പൈലറ്റ് മറുപടി പറഞ്ഞു. എന്നാൽ അതിനുശേഷം മറ്റൊരു കാര്യം കൂടി പൈലറ്റ് പറഞ്ഞു. 1955 ജൂലൈ 2 ഈ വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ ഭയം കൂടി വരികയാണ്. അവർ ഒന്നും തന്നെ പൈലറ്റിനോട് പറഞ്ഞില്ല. ശേഷം അവർ വിമാനത്തിന് അപകടം എന്തെങ്കിലും സംഭവിച്ചോ, വിമാനം എവിടെയെങ്കിലും ലാൻഡ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കാൻ ആരംഭിച്ചു. എന്നാൽ അതിനുള്ള പൈലറ്റിന്റെ മറുപടി മൗനമായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ ആരംഭിച്ചു. വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥർ ആ കാര്യം പൈലറ്റിനോട് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് 1992 സെപ്റ്റംബറിലാണ്. ആ ഒരു കാര്യം കേട്ടതിന് ശേഷം പൈലറ്റ് അസ്വസ്ഥരാകാൻ തുടങ്ങി. ഭയം മൂലമുള്ള ശബ്ദത്തിലെ ഇടർച്ച അവർക്ക് കേൾക്കാമായിരുന്നു. ശേഷം യാത്രക്കാരെ ഇറക്കുന്നതിനായി സെക്യൂരിറ്റി ഗാർഡുകളെ അയച്ചു. എന്നാൽ സെക്യൂരിറ്റി ഗാർഡുകൾ വിമാനത്തിന് അടുത്തേക്ക് വരുന്നത് കണ്ട് പൈലറ്റ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ചെയ്തത്. വിമാനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് അയാൾ യാത്രക്കാരെ വിലക്കി. ഉദ്യോഗസ്ഥർക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഉടനെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പൈലറ്റ് ചെയ്തു. അയാൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ആരംഭിച്ചു. വളരെയധികം റിസ്ക്കുള്ള ഒരു ടേക്ക് ഓഫ് ആയിരുന്നു അത്. ഉദ്യോഗസ്ഥർ പലതവണ അത് വിലക്കിയെങ്കിലും പൈലറ്റ് തൻ്റെ തീരുമാനം മാറ്റിയില്ല. അങ്ങനെ വിമാനം പറന്നുയർന്നു.
നിമിഷങ്ങൾക്കകം റഡാറിൽ നിന്നും അവ അപ്രത്യക്ഷമായി. പിന്നീട് നിരവധി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം ഉണ്ടായിരുന്നില്ല. പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് 914 എങ്ങോട്ടോ മറഞ്ഞുപോയി. ഫിക്ഷണൽ കഥകൾ കൈകാര്യം ചെയ്യുന്ന വീക്ക്ലി വേൾഡ് എന്ന ഇംഗ്ലീഷ് പേപ്പറിൽ 1993 വന്ന ഒരു വാർത്തയാണിത്. സംഭവം ആദ്യമായി പത്രത്തിൽ വന്നപ്പോൾ ട്രാഫിക് കൺട്രോളർ ജുവാൻ ഡി ലഗോർട്ടെ എന്ന ആളുടെ ഫോട്ടോയും അവർ നൽകിയിരുന്നു. സംഭവത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാവാം അവർ അങ്ങനെ ചെയ്തത്. 1999 വീണ്ടും ആ വാർത്ത അവർ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അവിടെ അവർക്ക് വലിയൊരു പിഴവ് പറ്റി. ട്രാഫിക് കൺട്രോളറിന്റെ ഫോട്ടോ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ കഥ യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കാൻ കൂടുതൽ തെളിവ് നമുക്ക് ഇനി ആവശ്യമില്ലല്ലോ. സ്റ്റോറി വേൾഡിൻ്റെ ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യൂ.